ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 58ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. നവനവമിന്നലെ ഇന്നു നാളെ മറ്റേ ദിവസമിതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണിയളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. നവനവം ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം. അതായത് ഇതിൻ്റെ സാരം നമുക്കൊന്ന് നോക്കാം. ഓരോ ദിവസവും പുതിയതാണെന്ന ധാരണയിൽ ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാൾ ഇങ്ങനെ ചിന്തിക്കാതെ അവസാനമില്ലാതെ എണ്ണി അളന്നിടുന്ന ഇതെല്ലാം വെറും ഭ്രമമല്ലാതെ വേറൊന്നുമല്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഇതിനെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം. നമ്മുടെ സാമാന്യ ചിന്തയെ ഗുരു ഉയർത്തുകയാണ്. ഓരോ ദിവസം രാവിലെ ഉണർന്നാൽ സുപ്രഭാതം കേൾക്കാം, ശുഭചിന്തകൾ, സന്ദേശം ഇതൊക്കെ നമുക്ക് വായിക്കാം. ഇവിടെ ഗുരു നമ്മോട് പറയുകയാണ്, നവനവം ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ നാം ഓരോ ദിവസത്തെയും പുത്തൻ ദിവസമായി കാണുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാൾ എന്നിങ്ങനെ ഉണ്ടോ? ഒരു രാത്രി കഴിയുമ്പോഴാണ് സുപ്രഭാതം ഉണ്ടാകുന്നത്. രാത്രി യഥാർത്ഥത്തിൽ ഉണ്ടോ? രാത്രി ഇല്ലെങ്കിൽ ഇന്നലെയും ഇന്നും ഇല്ല. രാത്രി ഇല്ലെന്ന് സാമാന്യ ബോധമുള്ളവർക്ക്, ശാസ്ത്രം അറിയുന്നവർക്ക് മനസ്സിലാക്കാം. സൂര്യനെ ഭൂമി ചുറ്റുമ്പോൾ ഭൂമിയിലുള്ള ഒരവസ്ഥയാണ് രാത്രി. നാം അതിനെ അങ്ങനെ പേരിട്ടു. രാത്രി എന്ന അനുഭവവും നമുക്കുണ്ട്. ശാസ്ത്രബോധമുണ്ടെങ്കിൽ നമുക്ക് നല്ല ബോധമുണ്ടാകും. രാത്രി എന്നൊരനുഭവം ഇല്ല, രാത്രി എന്നൊന്നില്ല എന്ന്. ആത്മീയ ചിന്തകളെല്ലാം പലതും ശാസ്ത്രാധിഷ്ഠിതമാണ്, പലതും ശാസ്ത്രത്തിനപ്പുറമാണ്. നിശ്ചലമായ സൂര്യനെ ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനെ ചുറ്റിലുമാണ് വാസ്തവത്തിൽ ഉള്ളത്. സൂര്യന് അഭിമുഖമായി വരുമ്പോൾ പകലും ബഹിർമുഖമായി വരുമ്പോൾ ഇരുട്ടും. അതിനെ നാം സൗകര്യാർത്ഥം രാത്രി എന്ന് വിളിക്കുന്നു. ഇന്നലേക്കും ഇന്നത്തേക്കും ഇടയിൽ ഒരു രാത്രി വന്നു പോയി. ഇങ്ങനെ ദിനരാത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെയൊന്നുമില്ല. ഭൂമിക്കപ്പുറം സഞ്ചരിച്ച് സൂര്യനടുത്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകാം, ദിനരാത്രങ്ങൾ ഇല്ല, ഇന്നലെയും ഇന്നും ഇല്ല. ഗുരു ഈ വാസ്തവമാണ് പറയുന്നത്. ഇന്ന്, ഇന്നലെ എന്നൊന്നും ചിന്തിക്കാതെ ഒന്നുണ്ട് നേര്, നേരല്ല ഇതൊന്നും നേരല്ല. ഭൂമിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഭൂമിയിലെ അവസ്ഥയുള്ളൂ, അനുഭവമുള്ളൂ. ബഹിരാകാശത്തിൽ പോയവർക്ക് ദിനരാത്രങ്ങളില്ല എന്ന് അവർക്കും അറിയാം. സൗരയുധത്തിന് പുറത്തു കടന്ന ഗുരു ചിദാകാശത്തിൽ നിന്നാണ് ഈ ഒരു അനുഭവം പങ്കുവെക്കുന്നത്. ഗുരുവിൻ്റെ യഥാർത്ഥ അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഗുരു പല പരീക്ഷണങ്ങളും അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട്, ശാശ്വത സത്യം അറിയുന്നത്. ബഹിരാകാശ സഞ്ചാരി വലിയ ചിലവ് ചെയ്ത് നടത്തുന്ന പരീക്ഷണവും നിരീക്ഷണങ്ങളുമെല്ലാം നടത്തി പ്രപഞ്ച പ്രതിഭാസങ്ങൾ അറിയുന്നു. എന്നാൽ ആത്മീയ ഗുരുക്കന്മാർ, നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ നടത്തുന്ന പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും തന്നിലേക്ക്
തൻ്റെ ചിതാകാശത്തിലേക്ക് ധ്യാനാത്മകമായി യാത്ര ചെയ്ത് പ്രപഞ്ചത്തിൽ നിന്ന് തന്നിലേക്ക് യാത്ര ചെയ്ത് വാസ്തവം മനസ്സിലാക്കുന്നു. രാത്രി ഇല്ല, ഭൂമിയുടെ ചുറ്റൽ മാത്രമേ ഉള്ളൂ. ആത്മീയ യാത്രയായ ഗുരുവിന് ഈ സത്യം ബോധ്യപ്പെട്ടു. അത് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യന് ഈ സാധ്യതകളുണ്ട്. മനുഷ്യന് ബഹിരാകാശത്തും ചിതാകാശത്തിലും പോകാൻ സാധ്യതയുണ്ട്. നവനവം, ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം, ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ, അതായത് നവനവമൊന്നുമില്ല, പുതുമയായതൊന്നുമില്ല. ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം, അങ്ങനെ ഒന്നുമില്ല. ആകെയുള്ളത് നിശ്ചലമായിരിക്കുന്ന സൂര്യനും സ്വയം കറങ്ങുകയും സൂര്യനെ പ്രദക്ഷിണം വെക്കുന്ന ഭൂമിയുമുണ്ട്. ഈ പ്രതിഭാസത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നതാണ് ഈ ദിനരാത്രങ്ങളൊക്കെ. അങ്ങനെയാണ് കലണ്ടറൊക്കെ ഉണ്ടായത്. ഇതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം പല പേരുകളിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. ഇത് നമുക്ക് വേഗം മനസ്സിലാക്കാം. അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവും ഇല്ലറിഞ്ഞിടേണം. അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവും ഇല്ലറിഞ്ഞിടേണം. മനുഷ്യൻ ഭൂമിയിൽ വസിക്കുന്നത് കൊണ്ട് ഒരു വശത്ത് ഇരുട്ടാകുമ്പോൾ മറുവശത്ത് വെളിച്ചമാണ്. അതുകൊണ്ട് ദിനരാത്രങ്ങൾ യാഥാർത്ഥ്യമല്ല, ആപേക്ഷികമാണെന്ന് നമുക്ക് വ്യക്തമായി. ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്ത് പോകുന്നവർക്ക് രാവും പകലുമില്ല എന്നും നമുക്ക് വ്യക്തമായി. ഈ സത്യം അവർക്ക് ബോധ്യമായി എന്നും. ഗുരുവിനെ പോലെയുള്ള ആത്മീയ അന്വേഷകർ ചിതാകാശത്തിൽ പോയി തന്നിലേക്കുള്ള യാത്ര, അതായത് ചിലവില്ലാതെ യാത്ര ചെയ്യുന്നു. ഗുരു മരുത്വാമലയിൽ തപം ചെയ്ത് ചിതാകാശത്തിൽ വ്യാപരിക്കുന്നു. പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർ, ഗുരുവിനെ പോലെയുള്ള ഭാഗ്യവാന്മാർ യഥാർത്ഥമായ ശാശ്വതമായ സത്യമറിയുന്നു, പരമാർത്ഥം ബോധ്യപ്പെടുന്നു. പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ചാക്രീകം അവർ മനസ്സിലാക്കുന്നു. അവിരതം, കണക്കില്ലാതെ നാം ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാൾ, 2 ആഴ്ച, 1 മാസം, 1 കൊല്ലം, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങളെല്ലാം എണ്ണി അളക്കുന്നതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ഇതിനൊരു അടിസ്ഥാനവുമില്ല. ഇതൊരു മണ്ടത്തരമാണ്. എന്നാൽ ജീവിതത്തിൽ ഇതൊക്കെ വേണം. പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം അതിന് ഇതൊക്കെ ആവശ്യമാണ്. മണ്ടത്തരങ്ങളുടെ ഒരു പേരാണ് നമ്മുടെയൊക്കെ ഒരു ജീവിതം തന്നെ. ഒരു ഭേദവുമില്ല. എന്തൊരു വ്യക്തമായ ദർശനമാണ് ഗുരുവിൻ്റേത്. ഇതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ദർശനം പഠിക്കാൻ നമുക്ക് തോന്നുന്നത്. ചിതാകാശത്തിൽ എത്തപ്പെട്ടപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുന്നത്. സമഗ്രമായ പഠനത്തിൻ്റെ ഫലമാണ് ശാസ്ത്രബോധം. ശാസ്ത്രീയമാണ് ഗുരുവിൻ്റെ ദർശനം. പ്രാപഞ്ചികമായ സത്യത്തിനപ്പുറത്ത് പരമമായ സത്യമുണ്ടെന്ന് തെളിഞ്ഞ ഗുരുവിന് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ. ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് ഈ സത്യം സത്യമാണെന്ന് നാമും മനസ്സിലാക്കുന്നു. ബഹിരാകാശികൾ പങ്കുവെക്കുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങൾ എല്ലാം നാം സ്കൂളിൽ പഠിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഉണ്ട്. പക്ഷെ വാസ്തവം അതല്ല എന്നാണ് ഗുരുവിൻ്റെ അനുഭവവും അഭിപ്രായവും. അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ല എന്ന അറിവ് നമുക്കുണ്ടാവാനാണ് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം പഠിക്കുന്നത്. പ്രാപഞ്ചിക ജീവിതം നയിക്കുന്ന നമ്മൾ പ്രപഞ്ചബോധത്തിൽ നിന്ന് കൊണ്ടു തന്നെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഈ ജീവിതത്തിന് നാം യോഗ്യരല്ല. പ്രാപഞ്ചിക ജീവിതത്തിൽ നമുക്ക് കുടുംബം, ദിനരാത്രങ്ങൾ എല്ലാം ഉണ്ട്. മിഥ്യയാണ്, ഭ്രമമാണെന്ന് പറഞ്ഞാൽ ശരിയുമല്ല. പ്രാപഞ്ചിക ജീവിതം നയിക്കുന്ന ഒരാൾ ഗൃഹസ്ഥാശ്രമി ആയ നാം ഓരോരുത്തരും അറിയണം എന്ത്? യഥാർത്ഥ വസ്തുത നാം അറിഞ്ഞാൽ
ജീവിതം അർത്ഥപൂർണമാകും. യഥാർത്ഥ വസ്തുത ഗുരു നമ്മെ ബോധ്യപ്പെടുത്തി. അതായത് ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെ കാലത്തെ ഖണ്ഡിക്കുകയും ഓരോന്നും നവനവമായി ഉരുവാകുന്നത് കണ്ട് അന്ധാളിക്കുകയും ചെയ്യേണ്ടതില്ല. ഇങ്ങനെ എണ്ണിയും അളന്നും അടയാളപ്പെടുത്തിയും അറിയുന്നതെല്ലാം ഭ്രമം മാത്രം. വാസ്തവത്തിൽ എല്ലാം അഖണ്ഡവും ഏകവുമാണെന്ന്, അവയ്ക്ക് ഭേദമേതുമില്ലെന്ന് ബോധ്യപ്പെടണം. ഗുരുവിൻ്റെ അനുഭവ ദർശനം ഉൾക്കൊള്ളാൻ നമുക്ക് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.